എന്തുകൊണ്ടാണ് ശരിക്കും ഒരു ലോക്സഭയില് കൂടുതൽ എംപിമാര് ഓരോ സ്റ്റേറ്റ്സും ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല്, അതില് ഫിനാൻസസ് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഇതൊരു പെർഫെക്റ്റ്ലി ഫെഡറൽ രാജ്യമല്ല. ഉം. ഓരോ സ്റ്റേറ്റ്സിനും എങ്ങനെയാണ് ഫിനാൻസസ് പോകുന്നത്, ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ കൂടുതൽ ഉം. എംപിമാരുണ്ടെങ്കില് ഓരോ സ്റ്റേറ്റ്സിനും കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട് യൂണിയൻ ഗവൺമെന്റിന്റെ മുകളില് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കുറച്ചും കൂടി നല്ലതാണ് ഫിനാൻസ് വൈസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ടർ. സൗത്തിലെ സ്റ്റേറ്റുകളിലേക്ക് വരുന്ന പൈസ കുറയോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പേടി ഉം. നമ്മൾ അഡ്രസ് ചെയ്തു. നീ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫെഡറലിസം നമ്മൾ ഫിക്സ് ചെയ്ത് അഡ്രസ് ചെയ്തെങ്കിൽ തന്നെ വേറെയും പ്രശ്നങ്ങളില്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് വേറെയും പവേഴ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നടത്താനുള്ള പവേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി അതും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ആണ് നമ്മളുടെ പവേഴ്സ് ഉള്ളത്. യൂണിയൻ ഗവൺമെന്റിന് ഭയങ്കര വലിയ പവേഴ്സ് ആണ്. റീസെന്റ് ജമ്മു കാശ്മീർ ഓവർനൈറ്റ് ആണ് അവര് പെട്ടെന്ന് ഒരു യൂണിയൻ ടെറിട്ടറി ഒക്കെ ആക്കി മാറ്റിയത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു സ്റ്റേറ്റ് വേണമെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള പവേഴ്സ് വരെ യൂണിയൻ ഗവൺമെന്റിന് ഉണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ് സിസ്റ്റം ഉള്ള ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ ഫെഡറലിസം കൊണ്ട് മാത്രം ഒരു ചേഞ്ച് വരുമോ എന്നുള്ളത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്.